കുസാറ്റിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്തു. സീനിയർ വിദ്യാർത്ഥികളായ സജാദ്, അമൽ മോഹൻ, ധനീഷ്, അഹമ്മദ് മൌസു എന്നിവർക്കെതിരെയാണ് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. കുസാറ്റിൽ വച്ച് സീനിയർ വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ മനോവിഷമത്തിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതിനാൽ കേരള റാഗിംഗ് നിരോധന നിയമപ്രകാരം 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത്. കോളേജ് അധികൃതരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കളമശ്ശേരി പോലീസിന്റെ തീരുമാനം. സംഭവത്തെ ഗൌരവപൂർവ്വമായാണ് കാണുന്നതെന്നും സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതി പരാതി പരിശോധിച്ചു വരികയാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഇതൊക്കെ ചിലപ്പം പൊളിറ്റിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയായിരിക്കാം. പക്ഷേ ഫസ്റ്റ് ഇയറിന് എന്ത് ചെയ്താലും നമ്മളത് വളരെ സീരിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റി കാണുകയുള്ളൂ. റാഗിങ്ങിൻ്റെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ റാഗിങ്ങിന് എന്താണോ ശിക്ഷ അത് അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്യാമ്പസിൽ വിദ്യാർത്ഥിയെ ചിലർ മർദ്ദിച്ചതിനെക്കുറിച്ച് ഇന്നലെ മാത്രമാണ് തനിക്ക് പരാതി ലഭിച്ചതെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഇതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.